നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു കേരളം എന്ന് പറയുന്ന ഈ നാട് രാജ്യദ്രോഹികളുടെ ആ ഒരു തമ്പടിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പോലും പറയാൻ പറ്റില്ല. അതിലും വലിയ വലിയ പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയോഗം വെച്ചിട്ട് തന്നെ സൂചിപ്പിക്കേണ്ട രീതിയായിരിക്കുന്നു. ഒരു പക്ഷേ കാശ്മീരിന് ശേഷം ഈ ഇന്ത്യയുടെ ഭാരതത്തിന്റെ എന്റെ പെറ്റ നാടിൽ ഈ കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ നാടായിരുന്ന ഈ നാട് ഇന്ന് ഇസ്ലാമിക ചെകുത്താന്മാരുടെ നാടായി മാറിയിരിക്കുന്നു, ഇസ്ലാമിക ജിഹാദികളുടെ നാടായി മാറിയിരിക്കുന്നു. അതിനെ ഒരു പക്ഷെ മോചിപ്പിക്കാൻ വേണ്ടി സൈന്യം തന്നെ ഇടപെടേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം വന്ന ഒരു വാർത്തയും ബാക്കി രണ്ട് വാർത്തകളുമാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുള്ള പ്രിന്റു മഹാദേവ് ജി, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പ്രിന്റു ജി. പ്രിന്റുജി, നമുക്ക് അവസാനത്ത് നിന്ന് തുടങ്ങാം, ആദ്യത്തിലേക്ക് പിന്നീട് വരാം. നമ്മൾ അവസാനമായി കേട്ട ഭാരതാംബ എന്ന് പറയുന്ന എന്റെ പെറ്റ രാജ്യം, എന്റെ പെറ്റമ്മ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്, ഭാരതാംബ എന്നൊക്കെ പറഞ്ഞാൽ സംഘികളുടെ മാത്രമായിട്ടുള്ള ഒരു പേറ്റന്റ് ആക്കി നമ്മൾക്ക് പതിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തായാലും എല്ലാവരും അഭിമാനിക്കുന്ന ആളുകൾ തന്നെയാണ്. ഈ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഭാരതാംബ എന്ന് കേൾക്കുമ്പോഴേക്ക് ഇവർക്കാണ്ട് കുരു പൊട്ടുന്നു. അതിന് ഭാരതാംബയുടെ ഒരു ചിത്രം ഉപയോഗിക്കുമ്പോൾ അവരുടെ കുരു പൂർണ്ണമായിട്ടും പൊട്ടുന്നു. കാവി കളർ കൂടി കാണുമ്പോൾ ഇവരുടെ കുരു പൂർണ്ണമായിട്ടും പൊട്ടുന്നു. ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, തീർച്ചയായും നമുക്ക് നോക്കൂ, ഈ രാജ്യത്തിന്റെ അസ്തിത്വം അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ദേശീയതയുടെ അടയാളമായിട്ടാണ് നമ്മൾ ഭാരതാംബ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാജ്യത്തുള്ള വൈദേശിക ശക്തികൾക്കെതിരെ ഈ രാജ്യത്തിലെ ഓരോ വ്യക്തിക്കും അത് പടപൊരുതാനും വീര്യത്തോട് ആത്മവീര്യത്തോടു കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മളുടെ ഒരു ബിംബമാണ് ഭാരതാംബ. ആ ഭാരതാംബ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഭാരതാംബയെ അംഗീകരിക്കാത്തവർ ഈ രാജ്യത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് RSSകാരുടെ മാത്രം ഒരു അമ്മയാണ്, അല്ലെങ്കിൽ RSS അങ്ങനെയല്ലല്ലോ. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രമായിക്കോട്ടെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിക്കോട്ടെ, ഈ രാജ്യത്തെ വൈദേശിക ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി എന്റെ ഭാരതാംബയെ ഞാൻ മോചിപ്പിക്കും എന്നുള്ളത് വലിയ പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഒക്കെ ഈ രാജ്യത്തെ സ്വദേശാഭിമാനികളായിട്ടുള്ള രാജ്യസ്നേഹികളായിരുന്നു. ബാലഗംഗാധര തിലകനെ പോലെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പോലും ഭാരതാംബയെ ആ കൺസെപ്റ്റിനോട് യോജിച്ച്, നമ്മൾ പറയും നെഹ്റുവിൻ കൺസെപ്റ്റ് നമുക്കറിയാമല്ലോ, പൊതുവെ ലിബറൽ ഇടത് കൺസെപ്റ്റുള്ള നെഹ്റു പോലും ഭാരതാംബയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളുകളായിരുന്നു. അങ്ങനെയുള്ള ഭാരതാംബയുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നു. ഭാരതാംബയുടെ കൊടവുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് വന്നു വണങ്ങാൻ സൗകര്യമില്ല എന്ന് പറയുന്നത് രാജ്യദ്രോഹം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഭാരതാംബ എന്ന് പറയുന്നതിന് RSSകാരുടെ ഒരു കുത്തകയാക്കി കൊടുക്കാൻ വേണ്ടി ഇവര് ഏതെങ്കിലും രീതിയിൽ കൊട്ടേഷൻ എടുത്തോന്ന് അറിയില്ല. അതിനപ്പുറത്ത് നമുക്കൊരു ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ പാരമ്പര്യം, പൈതൃകം, ആ പൈതൃകത്തിനെ നെഞ്ചോട് ചേർത്തതാണ് ഭാരതാംബ. ആ ഭാരതാംബയുടെ മന്ത്രമായിട്ടാണ് വന്ദേമാതരത്തെ നമ്മൾ ഏറ്റെടുത്തത്. വന്ദേമാതരം നമ്മൾ പാടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആത്മാഭിമാനം, രാജ്യസ്നേഹം, വിഭജനം നമുക്കറിയാമല്ലോ. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് പോളിസിയെ ചെറുത്തു തോൽപ്പിച്ചത് ഈ ഭാരതാംബയുടെ വന്ദേമാതരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഭാരതാംബ എന്ന് പറയുന്നതിനെ കേവലം RSSന്റെ ഒരു ബിംബം മാത്രമാക്കിയിട്ട് അതിനെ ഇരട്ടിക്കെട്ടാനുള്ള ശ്രമം അങ്ങേയറ്റം അപലപനീയവും രാജ്യദ്രോഹം എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്നാണ്, നമ്മൾക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ നാളിൽ അവസാനമായിട്ട് വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഭാരതം, പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം ഭാരതത്തിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് മതം നോക്കിക്കൊണ്ട് ഓരോ മനുഷ്യനെയും തുണി പൊക്കി നോക്കിക്കൊണ്ട് മുസ്ലിമാണോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെയൊക്കെ കിതാബിൽ പഠിപ്പിച്ചിട്ടുള്ള കാഫിറാണോ എന്ന് തിരഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മുടെ 26 നമ്മുടെ പൗരന്മാരെ നെറ്റിയിൽ തോക്ക് വെച്ചുകൊണ്ട് 0 പോയിന്റിൽ തോക്ക് വെച്ചുകൊണ്ട് വെടിവെച്ച് കൊന്ന ആ ഒരു ചരിത്രം നമ്മൾ കണ്ടു. അതിനുശേഷം സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ പാകിസ്ഥാനെ വെറും 4 ദിവസം ആക്കിയപ്പോഴേക്കും ഭാരതത്തോട് മാപ്പ് പിടിഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ആ സിന്ദൂരിനെ പോലും അപമാനിക്കുന്ന രീതിയിൽ അവിടുത്തെ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ടുള്ള അഫ്രീദി എന്ന് പറയുന്ന ഒരു ജിഹാദി, മദ്രസ പൊട്ടൻ എന്ന ഭാഷ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. അയാൾ എത്രത്തോളമായിരുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചതും സംസാരിച്ചതും എന്നൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഈ പറയുന്ന അഫ്രീദി എന്ന് പറയുന്ന ഈ ജിഹാദി ക്രിക്കറ്റ് പ്ലെയർക്ക് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള ഭാരത പൗരന്മാർ, മലയാളികൾ ദുബായിൽ വെച്ചുകൊണ്ട് സ്വീകരണം കൊടുക്കുന്ന മറ്റൊരു കാഴ്ചയും നമ്മൾ കണ്ടു. എവിടെ എത്തി നിൽക്കുന്നു പ്രിന്റു മഹാദേവ് ജി മലയാളികളുടെ ആ ഒരു യശസ്? ഇന്ന് ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ
എവിടെ ഇസ്ലാമിക ജിഹാദിസം ഉണ്ടായാലും ഭീകരത ഉണ്ടായാലും അവിടെ ഒരു മലയാളിയുടെ പങ്ക് കാണുമെന്നുള്ളതാണ്. ഇവിടെയും ഈ വിഷയത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭൗതിക തലച്ചോറായിട്ട് കേരളത്തിലെ ചില പ്രദേശങ്ങളിലെ ചില വ്യക്തികളും ചില സംഘടനകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഈ ലോക മലയാളികളെ മുഴുവൻ നാണം കെടുത്തിയ സംഭവമായിരുന്നു അഫ്രീദിക്ക് നൽകിയിട്ടുള്ള സ്വീകരണം. നോക്കി, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രദേശത്തും ഇത്തരത്തിൽ ഒരു പാകിസ്ഥാനിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള ഒരു കാളക്കുട വിഷമായിട്ടുള്ള ജീവിത വ്രതം തന്നെ ഹിന്ദു വിരുദ്ധയും ഭാരത വിരുദ്ധതയും മാത്രം ഉണ്ണാവൃതമാക്കിക്കൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം ഇത് മാത്രം മന്ത്രിക്കുന്ന ഒരു വലിയ ഫ്രോഡ് എന്ന് പറയാം, ഭീകരവാദി ഫ്രോഡായിട്ടുള്ള ഷഹീദ് അഫ്രീദിക്ക് ഈ സ്വീകരണം കൊടുക്കാൻ കാണിച്ചിട്ടുള്ള അവരുടെ മനസ്ഥിതി ഉണ്ടല്ലോ, ആ മനസ്ഥിതി അങ്ങേയറ്റം അപലപീയവും രാജ്യവിരുദ്ധവുമാണ്. ഇപ്പൊ പല ആൾക്കാരും അതിനെ ലാഘവത്തോടു കൂടി ലഘൂകരിക്കാനാണ് സാധിക്കുന്നത്. ഒന്ന് നോക്കൂ, ഈ മലയാളിയുടെ ആത്മാഭിമാനത്തെ സത്യത്തിൽ അവർ പണയപ്പെടുത്തിയെടുത്തു. ഞാനും നിങ്ങളും അടക്കം ഈ മലയാളിയുടെയും കേരളത്തിന്റെയും ഒക്കെ പാരമ്പര്യത്തിൽ നമ്മൾ അഭിനമിക്കുകയും അതിൽ ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ മലയാളികളാണെന്ന് പറയുകയാണ്. അങ്ങനെ ഇന്ന് നോക്കൂ, ഭാരതത്തിൽ ഇന്ത്യക്കാർ ലോക മലയാളികളുടെ മുമ്പിൽ ഭാരതത്തിലെ മറ്റു പൗരന്മാർക്കിടയിൽ നമ്മുടെ തല താഴ്ത്തി നിൽക്കുകയാണ്. നോക്ക്, ഈ അഫ്രീദി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ജീവിതമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഇപ്പൊ രാഷ്ട്രീയ ജീവിതമായിക്കോട്ടെ, അതിലൊക്കെ അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും അല്ലാതെ അദ്ദേഹം വേറൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഷഹീദ് അഫ്രീദി ക്രിക്കറ്റിനെ കുറിച്ചോ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ആഗോളതലത്തിലെ ക്രിക്കറ്റിന്റെ മാറുന്ന സമവാക്യങ്ങളെ കുറിച്ചൊന്നുമല്ല നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഷഹീദ് അഫ്രീദിയുടെ നാവിൽ നിന്ന് തീ തുപ്പുന്നത് ഇന്ത്യ വിരുദ്ധതയുടെ മന്ത്രങ്ങൾ മാത്രമാണ്. അത് ഇവിടുത്തെ ഈ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഒരു അജണ്ട വെച്ചുകൊണ്ട് നോക്കൂ, അതിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേര് തന്നെ ഒരു ക്യൂബ എന്നാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ സംഘടനയുടെ ഉൾക്കൊള്ളുന്ന ആളുകളുടെ ഒരു സാമൂഹിക ഘടനയും അവർ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആഴവും വലുപ്പവും ഒക്കെ തന്നെ. അപ്പൊ അങ്ങേയറ്റം രാജ്യവിരുദ്ധതയാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഇത്തരം ആളുകളെ കേവലം ഒരു മാപ്പപേക്ഷ നൽകിക്കൊണ്ടോ ഒരു സാധാരണ ഒരു വ്യക്തി വന്നപ്പോൾ ഞങ്ങൾ അതൊരു സെലിബ്രിറ്റി അല്ലേ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അറിയാതെ വന്നതാണെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നമ്മളെ മലയാളികളെ മുഴുവൻ വിഡ്ഢികളാക്കുകയാണ്. സത്യത്തിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും ഇവിടുത്തെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കേണ്ട ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസി കൃത്യം എല്ലാ ഘട്ടത്തിലും നമുക്കറിയാം പാകിസ്ഥാന്റെ പഴയ പർവേഷ് മുഷറഫ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് 2000 കാലഘട്ടത്തിലാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിക്കുന്ന ഇന്ത്യയിലെ ഞങ്ങളുടെ സമയത്ത് നമുക്കറിയാം ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗവൺമെന്റിന് ഉണ്ടായിരുന്ന ഒരു തലോടൽ ഉണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. ആ തലോടലാണ് കൃത്യമായിട്ട് ഇവിടുത്തെ പല ഭീകരവാദ സംഘടനകൾക്കും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഈ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ സമയത്ത് പാകിസ്ഥാന്റെ കൊടി ഏന്തിക്കൊണ്ട് പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഒരു പറ്റം തെമ്മാടി കൂട്ടങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതില്ലേ? അത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ട് കുസാറ്റ് പോലെ യൂണിവേഴ്സിറ്റികൾ എന്റെയും നിങ്ങളുടെയും പണം കൊണ്ടാണ് ഇവർ പഠിച്ച് വളർന്ന അഭ്യസ്ത വിദ്യരായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇന്ന് അവിടെ നിന്ന് മേടിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സ്വത്ത് കൊണ്ട് പഠിച്ച് വളർന്നവരാണ് അവർ. എന്നിട്ടും രാജ്യവിരുദ്ധ കാണിക്കുന്ന ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതില്ലേ? അവരെ നമ്മൾ പറയേണ്ടത് 2 രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികളെ നമ്മൾ അനുവദിക്കില്ല എന്ന് ഉറച്ച പ്രഖ്യാപനം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മളിപ്പോ ബോയ്ക്കോട്ട് പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ വിവിധ വസ്തുക്കളെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുന്ന ആളുകളെയും ബോയ്ക്കോട്ട് ചെയ്യേണ്ടതുണ്ട്.